There's not much to do when all I can. Hello, welcome back to my channel. Avante pere Surya ന്റെ channel ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ആമസോണുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ചേർന്നിട്ടുള്ള ഒരു കൊളാബറേഷൻ വീഡിയോ ആണ്. സോ ആമസോണിനകത്ത് 18 ഡിസംബർ തൊട്ടിട്ട് വാർഡ്രോബ് റിഫ്രഷ് സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് 17th തൊട്ടിട്ട് ഡിസംബർ 17th തൊട്ടിട്ട് പ്രൈം മെമ്പേഴ്സിന് കുറച്ച് നേരത്തെയാണ് ഈ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 12 AM തൊട്ടിട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നോർമൽ മെമ്പേഴ്സിനെല്ലാം 18th ഡിസംബർ തൊട്ടിട്ടാണ് ഈ ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് 50 to 80% നമ്മുടെ ഓഫേഴ്സാണ് വരാൻ പോണത് നമ്മുടെ ഫാഷൻ ആൻഡ് ബ്യൂട്ടി കാറ്റഗറിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ടൈമാണ്, ആരും മിസ് ചെയ്യരുത്, എല്ലാവരും ഷോപ്പ് ചെയ്യുക. ആൻഡ് എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. ആൻഡ് ഷോപ്പ് ചെയ്യാനുള്ള ലിങ്കും അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ്സ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചെയ്യാം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്തു. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോണത് അഫോർഡബിൾ ആയിട്ടുള്ള ബിഗിനേഴ്സിന് പറ്റുള്ള ഒരു മേക്കപ്പ് കിറ്റാണ്. ഈ ഒരു മേക്കപ്പ് കിറ്റ് എന്ന് പറയുന്നത് 500 ആയിട്ടുള്ള 500ഉം 500ന് ബിലോ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. കൂടുതലും 500ന് ബിലോ ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബിഗിനേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി പോക്കറ്റ് ഫ്രണ്ട്ലി രണ്ടും ഒന്ന് തന്നെയാണ് ആയിട്ടുള്ള അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ല മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് ഈ ഒരു കിറ്റിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഇത് മസ്റ്റ് ബൈ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും വാങ്ങാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ഓരോ പ്രോഡക്റ്റായിട്ട് കാണിച്ചു തരാം. സോ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമറാണ്. ഈ ഒരു പ്രൈമർ വന്നിട്ട് ഭയങ്കര അഫോർഡബിൾ ആണ്. 200 സംതിങ് ഉള്ളൂ. ഞാൻ എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. എല്ലാം 500 ബിലോ ആട്ടോ. ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ല പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ നമുക്കൊരു ഡ്യൂയി ഫിനിഷ് ഇടുക. അതായത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ്സ് മാത്രം വെച്ചുകൊണ്ട് തന്നെ ഒരു പാർട്ടി മേക്കപ്പ് ഒക്കെ ശരിക്കും ചെയ്തു പോകാം. ഒരു വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കൊക്കെ എന്തായാലും ചെയ്തു പോകാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് നോർമൽ ആയിട്ടുള്ള സ്വിസ് ബ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളൊരു പാക്കേജും കാര്യങ്ങളും ഒക്കെയാണ്. ആൻഡ് റേറ്റ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തേക്കാം. ആൻഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഇപ്പോൾ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ നല്ലൊരു പ്രൈമർ വേണം, അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈമർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാം. ആൻഡ് ഇതൊരു ഇലുമിനേറ്റിംഗ് പ്രൈമർ, അതായത് ഹൈലൈറ്റിംഗ് പ്രൈമറാണ്. അതായത് കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട് ഇതിനകത്ത്. പക്ഷെ അത് ഭയങ്കര വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു ബോറുള്ള പോലെയുള്ള ഗ്ലിറ്റേഴ്സ് ഒന്നും അല്ല, ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ഷിമ്മറി കൈൻഡ് ഓഫ് സംഭവമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണ ഒരു ഡ്യൂയി ഫിനിഷ് കിട്ടാൻ വേണ്ടി ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഇതൊരിക്കലും എന്താ പറയുക, നമ്മുടെ പോസിനെ ബ്ലർ ചെയ്യുന്ന ഒരു പ്രൈമർ അല്ല. ഇത് ഇലുമിനേറ്റിംഗ് പ്രൈമർ അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റിംഗ് പ്രൈമറാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. സോ ഇതാണ് അതിൻ്റെ ഔട്ടർ പാക്കേജിങ്. ആൻഡ് ഒരു ഗ്ലാസ് ബോട്ടിലാണ് വന്നത്. സോ അത്ര ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം നിലത്ത് വീണ് കഴിഞ്ഞാൽ അപ്പം പൊട്ടും. അപ്പോൾ അത് കുറച്ച് ഹാൻഡിൽ വിത്ത് കെയർ ആണ്. സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് ഞാൻ 2-3 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഞാനൊരു പിങ്ക് ആണോ എനിക്ക് കറക്റ്റ് അറിയില്ല, എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇത് ഡിസ്ക്രിപ്ഷനിൽ എന്താ പറയുക, ഇത് കറൻ്റ്ലി അവൈലബിൾ ആണെങ്കിൽ മാത്രമേ എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ലിങ്ക് ഇല്ലാത്തതൊക്കെ കറൻ്റ്ലി അവൈലബിൾ അല്ലാത്തത് കൊണ്ടായിരിക്കും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാത്തത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ജസ്റ്റ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കൺസിസ്റ്റൻസി. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഈസിയാണ്. ആൻഡ് കണ്ടോ, ഒരു ഷൈനിങ് ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെയാണ് ഒരു എന്താ പറയുക ഹൈലൈറ്റിംഗ് പ്രൈമറായിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ്. ഞാനെല്ലാം അതിൻ്റേതായ നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെയാണ് ഓരോന്നും കാണിച്ചു പോണത്. ആൻഡ് സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഇബ കോസ്മെറ്റിക്സിൻ്റെ നമ്മുടെ കൺസീലറാണ്. ഇത് അത്യാവശ്യം നല്ല കവറേജുള്ള നല്ലൊരു പെർഫോമൻസ് ഉള്ളൊരു കൺസീലറാണ്. അവരുടെ ന്യൂ ലോഞ്ചാണ് ഈ ഒരു കാറ്റഗറിയിൽ പെട്ടത്. അല്ലാണ്ട് അവരുടെ പ്രൈമേഴ്സ് ഉണ്ട്. ഇത് മസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറിയിൽ പെട്ടതാണ്. ആൻഡ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇബ കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത് ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. സോ ഇത് കംപ്ലീറ്റ്ലി വേഗൻ ആണ്. ഒരു രീതിയിലുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു വേഗൻ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ഇബ കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കൺസീലറാണ് നെക്സ്റ്റ്. ആൻഡ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ
ഞാൻ വാങ്ങിക്കുന്ന ഷെയ്ഡ് വന്നിട്ട് ലൈറ്റ് ആണ് ആൻഡ് ഇതെനിക്ക് പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. നല്ലോണം അത്യാവശ്യം നല്ല രീതിയിൽ കവറേജും കാര്യങ്ങളൊക്കെ തരുന്ന നല്ലൊരു കിടിലൻ കൺസീലറാണ്. സോ ഇതാണ് നമ്മുടെ കൺസീലർ. അവരുടെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇത് മസ്റ്റ് ഹാവിനാണ്. മസ്റ്റ് ഹാവിൻ്റെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. ഇവരുടെ ലിപ്പ് ആൻഡ് ചിറ്റിങ്സ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് സെലക്ട് ചെയ്തേക്കുന്ന ഈ ഒരു കൺസീലറാണ്. നല്ല കൺസീലറാണ്, നല്ല അഫോർഡബിൾ ആണ്. അതായത് 400 സംതിങ് ആണ് ഇതിന് വരുന്നത്. ഞാൻ അതായത് ഓഫർ പ്രൈസ് ആണ്. സെയിലിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കിത് ഗ്രാബ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് ചീപ്പായിട്ടുള്ള പ്രോഡക്ട്സ് ഒന്നുമല്ല ഞാനത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഒരുപാട് ചീപ്പായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എല്ലാം അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല റിവ്യൂസ് ഉള്ള പ്രോഡക്ട്സും അതുപോലെ തന്നെ അതൊക്കെ ഇപ്പോൾ ഈ സെയിൽ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഓഫറിനും നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് നല്ല ബ്രാൻഡ്സ് നോക്കിയിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ബിഗിനേഴ്സിനാവുമ്പോൾ നല്ലൊരു മേക്കപ്പ് കിറ്റ് വേണം, എന്നാൽ അത് അത്ര ചീപ്പായി പോകരുത്, അഫോർഡബിൾ ആയിട്ട് കിട്ടുക വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിൽ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമാണ്. പിന്നെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ടോ എന്നെനിക്കൊരു ഡൗട്ട്. കാര്യം ഒരുപാട് ലെങ്ത് ആയി പോയാൽ നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോകാനുള്ള ഒരു ധൃതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൺസീലർ. അപ്പോൾ ഈ ഒരു കൺസീലർ വന്നിട്ട് ലൈറ്റ് ഷെയ്ഡാണ്. ഇതാണ് ഷെയ്ഡ്. അപ്പോൾ എൻ്റെ ഒരു ഷെയ്ഡൊക്കെ ഉള്ളവരാണെങ്കിൽ ലൈറ്റ് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. സോ കൺസീലർ തന്നെ നമ്മൾ നെക്സ്റ്റ് എന്തായാലും ഒരു ഫൗണ്ടേഷൻ ആയിരിക്കും അപ്ലൈ ചെയ്യുക. ഇതും ഇബ കോസ്മെറ്റിക്സിൻ്റെ തന്നെ മസ്റ്റ് ഹാവ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഫൗണ്ടേഷനാണ്. ഇത് നല്ല ഹൈ കവറേജ് ആണ്. അതായത് ഹൈ കവറേജ് അത്യാവശ്യം നല്ല ഫുൾ കവറേജ് തരുന്നുണ്ട്. ആൻഡ് മാറ്റിഫൈങ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇപ്പോൾ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് ആയിരിക്കും. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള ഷെയ്ഡ് പ്യുവർ ഐവറി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. പക്ഷേ ഇതെനിക്ക് എന്താ പറയുക, ഒരു യെല്ലോയിഷ് അണ്ടർടോൺ നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന പോലെ. എൻ്റെ സ്കിൻ ടോൺ വെച്ച് നോക്കുമ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു യെല്ലോ അണ്ടർടോൺ, വാമായിട്ടുള്ളൊരു അണ്ടർടോൺ ആയിട്ട് ആണ് ഇതിരിക്കുന്നത്. അപ്പം ഞാനൊരു മഞ്ഞിച്ച പോലെ തോന്നും. ആൻഡ് ഇന്നത്തെ മേക്കപ്പ് കംപ്ലീറ്റ്ലി ഞാൻ ഈ ഒരു പ്രോഡക്ട്സ് കൊണ്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. വേറെ ഒരു പ്രോഡക്ട്സും ഞാൻ എക്സ്ട്രാ യൂസ് ചെയ്തില്ല. കാര്യം നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്ത് എങ്ങനെ ഇരിക്കും എന്ന് കാണിക്കാൻ കൂടിയാണ് ഞാൻ ഈ പ്രോഡക്ട്സ് എല്ലാം വെച്ചിട്ട് ഇന്ന് മേക്കപ്പ് ചെയ്തേക്കുന്നത്. ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ പ്രോഡക്ട്സ് തന്നെയാണെന്ന് നിങ്ങൾക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. സോ ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ആൻഡ് ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് ഞാൻ പറഞ്ഞല്ലോ പ്യുവർ ഐവറി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അങ്ങനെ നിങ്ങളുടെ ഏതാണ് ഷെയ്ഡ് എന്നുള്ളത് നോക്കി വാങ്ങുക. ഇതിലും ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഫുൾ കവറേജ്, മാറ്റ് ഫിനിഷ്, സ്വെറ്റ് പ്രൂഫ്, സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ്. അതായത് നമുക്കറിയാമല്ലോ വേഗൻ ആണ്, അനിമൽ ടെസ്റ്റോ അങ്ങനത്തെ ഒന്നുമില്ല, പിന്നെ ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് കൂടിയാണ്. ആൻഡ് ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ എന്താ പറയുക കുറച്ച് ഗുണങ്ങളും കൂടി ഉണ്ട്. അതായത് സ്കിന്നിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക നമ്മുടെ സംഭവം ഉണ്ടാക്കിയിരിക്കണേ എന്നാണ് ഇവർ ക്ലെയിം ചെയ്തേക്കുന്നത്. ആൻഡ് എനിക്ക് അത്രയും നല്ല ഇഷ്ടമായത്. നല്ല ഫിനിഷിംഗ് ആണ്, നല്ല ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഉള്ള ഷെയ്ഡ് ഞാൻ സെലക്ട് ചെയ്തതിൻ്റെ പ്രശ്നം മാത്രമാണ് ഈ യെല്ലോ അണ്ടർടോൺ വന്നു പോയത്. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല നോക്കി വാങ്ങിയാൽ മതി. ആൻഡ് ഇതിൻ്റെ MRP 799 റുപ്പീസാണ്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഓഫർ ഉള്ളതുകൊണ്ട് എന്തായാലും 500 നിങ്ങൾക്കിത് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തു. ഞാൻ 559 റുപ്പീസിനാണ് ഇതൊന്ന് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വാങ്ങുക. സെയിൽസ് ടൈം ആകുമ്പോൾ എന്തായാലും കുറയും ഇത് ക്യാഷും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് പർച്ചേസ് ചെയ്ത് നല്ലൊരു ഫൗണ്ടേഷനാണ്. പിന്നെ ക്വാണ്ടിറ്റി ഓക്കെ, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് റേറ്റ് എല്ലാം ഞാൻ ഇത് മെൻഷൻ ചെയ്യാം കേട്ടോ. ഇതും നല്ല അഫോർഡബിൾ റേഞ്ചിൽ ഉള്ളത് നോക്കിയാണ് ഞാൻ വാങ്ങിയേക്കുന്നത്. നല്ല ഞാൻ ഇന്ന് ഐബ്രോസ് ഫില്ല് ചെയ്തേക്കുന്നത് ഇതാണ്. ഇത് പക്ഷേ ഇതിൻ്റെ ബാക്കിൽ സ്പൂളിയോ കാര്യങ്ങളോ ഒന്നും അവർ കൊടുത്തിട്ടില്ല. ജസ്റ്റ് നല്ലൊരു നമുക്ക് എഴുതാനൊക്കെ നന്നായിട്ട്, ബിഗിനേഴ്സ് ആകുമ്പം ചിലപ്പോൾ പൗഡർ യൂസ് ചെയ്തിട്ടൊന്നും നന്നായിട്ട് എഴുതാൻ പറ്റിക്കോണം എന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഐബ്രോ പെൻസിലാകുമ്പോൾ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഐബ്രോ പെൻസിൽ നോക്കി വാങ്ങിയതാണ്. ആൻഡ് സ്പൂളി നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്കാര യൂസ് ചെയ്ത മസ്കാരയുടെ ആ ഒരു ഇതുണ്ടല്ലോ അത് മാത്രം വെച്ചിട്ട് നിങ്ങൾ കഴുകിയതിന് ശേഷം നിങ്ങൾക്കത് ഒരു സ്പൂളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈസിലി. അല്ലാണ്ട് പുതിയത് വാങ്ങണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല. എൻ്റെ കയ്യിലൊക്കെ സ്പൂളി ഉണ്ടാവാത്ത ടൈമിൽ ഞാൻ ഈ ഒരു മസ്കാരയുടെ ടോപ്പ് വെച്ചിട്ടാണ് സ്പൂളിക്ക് പകരം കോംബ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതൊന്നും ഒരു വിഷയമേ അല്ല. നമ്മുടെ സൗകര്യം നമ്മുടെ ഇഷ്ടവും മാത്രമാണ്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇത് ബ്രൗൺ ഷെയ്ഡാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ
പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഞാൻ വാങ്ങിക്കുന്ന ഷെയ്ഡ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കൂടിയാണ്. മേബിലിൻ്റെ ഫാഷൻ ബ്രോ പെൻസിലാണ്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. സോ നെക്സ്റ്റ് വന്നിട്ട് ഒരു ഐലൈനറാണ്. ഇത് വന്നിട്ട് ലാക്മെ ഐക്കോണിക്കിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ലാക്മെ ഐക്കോണിക് എല്ലാ ഗേൾസിൻ്റെ കയ്യിലും ഉണ്ടാകുന്ന ഒരു കാജലാണ്. അതിൻ്റെ സെയിം തന്നെ ലിക്വിഡ് ഐലൈനറാണ് ഞാൻ വാങ്ങിക്കണേ. ഇതിൻ്റെ എന്താ പറയുക, എഴുതുന്ന ആ സംഭവം നന്നായിട്ട് നല്ലോണം എഴുതാൻ പറ്റുമ്പോൾ ഞാനൊരു വിങ്ഡ് ലുക്കാണെന്ന് കൊടുത്തേക്കണം. ഭയങ്കര നൈസായിട്ട്, അതായത് അധികം കട്ടിയില്ലാണ്ട് ബാക്കിൽ ഈ ഒരു ഔട്ടർ കോർണേഴ്സിൽ മാത്രം കുറച്ച് കട്ടിയിൽ വിങ്ഡ് ലുക്ക് കൊടുത്തിട്ടാണ് ഇന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ഐ ലുക്ക് ഞാനിത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മുകളിലത്തെ ഐ വരച്ചേക്കണത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ആൻഡ് പ്രൈസൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. കണ്ടോ, നല്ലോണം നമുക്ക് എഴുതാനായിട്ട് നല്ല സുഖമാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആപ്ലിക്കേറ്ററാണ് ഇതിൽ വന്നേക്കണേ. നല്ല ബ്ലാക്ക് ആണ് ആൻഡ് ലോങ് ലാസ്റ്റിങ്ങും ആണ്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഫേസ് സ്കാനറുടെ മാഗ്നറ്റിക് കാജലാണ്, ഐ കാജലാണ് വാങ്ങിയേക്കണേ. ആൻഡ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും എൻ്റെ ഈ ഫേസ് സ്കാനറുടെ വേറെ ഒരെണ്ണം ഞാൻ മുന്നത്തെ വീഡിയോസും കണ്ടിട്ട് അതിൻ്റെ അത്ര എന്തായാലും വരില്ലേ, അതെൻ്റെ ഫേവറേറ്റ് ആണ്. ഇതും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് എന്നാണ് ഇവർ ക്ലെയിം ചെയ്തേക്കുന്നത്. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് കണ്ണിലിട്ടേക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിൻ്റെ സ്മഡ്ജിങ് എത്രത്തോളം ആണെന്ന് എനിക്ക് കറക്റ്റ് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാര്യം ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ഞാൻ ഇട്ടതിന് ശേഷം വേണമെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ബ്ലാക്ക് ആണ്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നോർമൽ നമ്മുടെ ഐക്കോണിക്കിൻ്റെ ഒക്കെ പോലെ തന്നെയാണ് വരുന്നത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ കുറച്ച് മെസ്സി ആയിട്ടിരിക്കണേ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലാക്ക് കളറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കൊളോസലിൻ്റെ മസ്കാരയാണ് മേബിലിൻ്റെ. ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കുറേ പേരൊക്കെ കയ്യിലുണ്ടാവുന്നതും ആയിരിക്കും. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. ഞാൻ ഭയങ്കര അഫോർഡബിൾ ആണ്. നല്ല രീതിയിൽ നമുക്കൊരു ഡെയിലി വെയർ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു പാർട്ടി മേക്കപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും എൻ്റെ ലാഷസിനെ ലിഫ്റ്റ് ചെയ്യാനും അത്യാവശ്യം എനിക്ക് വോളിയം തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇട്ടേക്കുന്നത് ഈ ഒരു മസ്കാരയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, സൂം ചെയ്ത് കാണിച്ചു തരാം. ശരിയാ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ കണ്ണിന് എന്താ ലാഷസിനെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, വോളിയം തരുന്നുണ്ട്, ലെങ്ത്തും തരുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ. ഭയങ്കര ഞാൻ മുന്നത്തെ വീഡിയോസിൽ കാണിച്ച നമ്മുടെ ലോറിയൽ ലാഷ് പാരഡൈസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കൊന്നുമില്ല. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിലുള്ളതായിട്ടാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തത് ഒരു ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റിന് വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. നോർമൽ നമ്മുടെ മസ്കാര പോലെ തന്നെയാണ് ഇതിൻ്റെ ഇതും വരുന്ന ആപ്ലിക്കേറ്ററൊക്കെ വന്നിട്ട്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇതിൻ്റെയൊക്കെ പാക്കേജിങ് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. കാര്യം ഞാൻ ഇതൊക്കെ വന്നപ്പോൾ തന്നെ പൊട്ടിച്ച് നോക്കിയിരുന്നു, അതുകൊണ്ടാണ് എടുത്ത് വെക്കാതിരുന്നത്. സോറി. അപ്പോൾ ഇത് നോർമൽ ഒരു കാർഡ്ബോർഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഇത് കൂടുതൽ പേരും കയ്യിലുള്ള സാധനം കൂടിയാണ്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വന്നിട്ട് എന്തായാലും നമുക്കൊരു കോമ്പാക്ട് പൗഡർ അത്യാവശ്യമാണ്. അപ്പം ഞാൻ ഇന്നിവിടെ വാങ്ങിയിരിക്കുന്നത് എഗെയിൻ ഇബ കോസ്മെറ്റിക്സിൻ്റെ തന്നെ കോമ്പാക്ട് പൗഡറാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടെല്ലാം ഞാൻ മെൻഷൻ ചെയ്യാം. നല്ല അഫോർഡബിൾ 199 റുപ്പീസാണ്. പക്ഷേ നിങ്ങൾക്ക് ഓഫറിന് ഇതിനേലും കുറഞ്ഞ റേറ്റിനായിരിക്കും ഇത് കിട്ടുക. ആൻഡ് നല്ല ബ്രാൻഡ് കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് പ്യുവർ സ്കിൻ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇത് പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ പറ്റിയിട്ടല്ല, ഓയിൽ ഫ്രീ ആണ്, മാറ്റിഫൈങ് ചെയ്യുന്നതാണ്, വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ യൂത്ത്ഫുള്ളും റേഡിയൻ്റും ആയിട്ട് കൊണ്ട് നടക്കും എന്നൊക്കെയാണ് ഇവർ ക്ലെയിം ചെയ്തേക്കുന്നത്. അതൊക്കെ എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല. സോ എന്തായാലും അത്യാവശ്യം നല്ല കവറേജും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതാണ് ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ്ങിൻ്റെ പ്രോഡക്റ്റ്. ഇതിനകത്ത് നോർമൽ എല്ലാ കോമ്പാക്ട് പൗഡറിനകത്തും ഉള്ളതുപോലെ തന്നെ അത് അപ്ലൈ ചെയ്യാനുള്ളൊരു സ്പഞ്ചും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു സ്പഞ്ച് യൂസ് ചെയ്യുന്നില്ല, ഞാൻ നോർമൽ നമ്മുടെ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. സോ ഇതങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഷെയ്ഡ് കേട്ടോ. ഈ ഒരു ഷെയ്ഡല്ല, പക്ഷെ നമ്മളെ ഫൗണ്ടേഷൻ വന്നിട്ട് അതൊരു വാം യെല്ലോയിഷ് അണ്ടർടോൺ ഉള്ളൊരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. സോ ഈ ഒരു കിറ്റിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും ലാസ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഭയങ്കര ലിപ്സ്റ്റിക് ലവറാണ്. സോ ഇതാണ് NYBയുടെ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഇത് നല്ല അഫോർഡബിൾ ആണ്, അത്യാവശ്യം
നല്ല ഒരുപാട് കളർ റേഞ്ചസും ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ലിപ്സ്റ്റിക്കിനുണ്ട്. ഇനി ഞാൻ ഇട്ടേക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്, കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് എനിക്ക് ഇത്. പക്ഷേ ഞാൻ എന്താ പറയുന്ന ഷെയ്ഡ് വന്നിട്ട് സ്നഗിൾ സീക്രറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. നെയിം 15 എന്ന് പറഞ്ഞ നമ്പറും. അപ്പം ഞാനിത് റിവ്യൂ കണ്ടപ്പോൾ ലൈറ്റ് ആയിരിക്കും, കുറച്ച് പേരെ ലിപ്പിലൊക്കെ ഇട്ടപ്പോൾ കുറച്ച് ലൈറ്റ് പോലെ എനിക്ക് തോന്നി, ലൈറ്റ് ന്യൂഡ് പോലെ. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ഇത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്, ഭയങ്കര ബോൾഡായിട്ട് എനിക്ക് തോന്നുന്നത്. ന്യൂഡ് കാറ്റഗറിയിൽ ഇതിനെ പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് പുറത്തത്തെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ന്യൂഡ് പോലെ ഉണ്ട്. പക്ഷെ എനിക്ക് ലിപ്പിലിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ലിപ്പിൽ ഇത് ഈ കളറായിട്ടാണ് തോന്നുന്നത്. വേറെ ലിപ്പിലിട്ട് കഴിഞ്ഞപ്പോൾ വേറെ ഷെയ്ഡായിട്ട് തോന്നും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് എനിക്കിത് ഇഷ്ടമല്ല. കാര്യം ഇത്രയും ഡാർക്കായിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഞാൻ ഇടാറില്ല. ഞാൻ മോസ്റ്റ്ലി ഇത്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്നത് ഇതിൻ്റെ ഷെയ്ഡ് എനിക്കിടുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇട്ടേക്കണേ. ഞാനിത് പൊതുവേ പുറത്തിട്ടിട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ എന്തായാലും ഒരു ലൈറ്റ് ന്യൂഡ് ഷെയ്ഡ് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടേ ഇടുള്ളൂ. കാര്യം എനിക്ക് ഇത്രയും ഡാർക്ക് ഇട്ട് പോകാൻ ഞാൻ ഒട്ടും കംഫർട്ടല്ല. ഇത് പക്ഷേ ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് കിടിലനായിട്ടുള്ളൊരു ന്യൂഡ് ഷെയ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പറയാതിരിക്കാൻ വയ്യ, നല്ല ഭംഗിയുണ്ട്. അവരുടെ ഫേസ് ഒന്നും കൂടി ബ്രൈറ്റൻ അപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു കളറായിരിക്കും എന്തായാലും ഇത്. എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ടേസ്റ്റിന് പറ്റിയ കളറല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഷെയ്ഡ് വൈസ് ഒക്കെ നല്ലതാണ്. എനിക്ക് തോന്നി എനിക്ക് ലിപ്പിലിട്ടിട്ടൊരു വൈൻ കളർ പോലെയാണ് തോന്നിയത്. യാ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡൊക്കെ ഇഷ്ടമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഫെയർ ടു മീഡിയം സ്കിൻ ടോൺസിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഡസ്കി സ്കിൻ ബ്യൂട്ടീസ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ ഫേസിനെ ഒന്നുകൂടി ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും എടുത്ത് കാണിക്കാനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡായിരിക്കും. ആൻഡ് ഡ്രൈ ലിപ്സ് ഉള്ളവർ, കാര്യം എൻ്റെ ലിപ്പ് അത്ര ഡ്രൈയിങ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ കുറച്ചിത് ഇവിടെ എനിക്കൊരു ഡ്രൈയിങ് പോലെ തോന്നുന്നുണ്ട് ചെറുതായിട്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടാൽ മതി. അപ്പം നിങ്ങൾ ലിപ്പ് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നോളും. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ്. നോർമൽ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വന്നേക്കണത്. ആൻഡ് ഷെയ്ഡും കാര്യങ്ങളൊക്കെ ബാക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു ഇതിൻ്റെയും പറ്റിയിട്ട്. അതിൻ്റെ ഔട്ടർ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ലായിരിക്കും. നിങ്ങൾക്ക് മെയിൻലി ഇതായിരിക്കുമല്ലോ കാണേണ്ടത്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. സോ ഇത് ഇത്രയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു ബിഗിനേഴ്സിൻ്റെ മേക്കപ്പ് കിറ്റിൽ വേണ്ട സാധനങ്ങൾ തോന്നിയിട്ടില്ല. അല്ലാണ്ട് ഞാനത് ഹൈലൈറ്റർ ആഡ് ചെയ്തിട്ടില്ല. കാര്യം ഹൈലൈറ്ററിന് പകരമായിട്ട് നമുക്ക് ആ ഒരു ഹൈലൈറ്റർ പ്രൈമർ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഒരു പ്രൈമറോ എക്സ്ട്രാ ഒരു എന്താ പറയുക ഹൈലൈറ്ററും ഞാൻ ഇതിനകത്തൊക്കെ ആഡ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹൈലൈറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങാം. പിന്നെ ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ വാർഡ്രോബ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുക, റിഫ്രഷ് സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 18th December തൊട്ടിട്ടാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് 17th December 12 AM തൊട്ടിട്ട് നമ്മുടെ പ്രൈം മെമ്പേഴ്സിന് കുറച്ചും കൂടി നേരത്തെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്യാൻ ഞാൻ എല്ലാത്തിനും ലിങ്കും കാര്യങ്ങളും കൊടുക്കാം. ആൻഡ് ബ്യൂട്ടി ഇതിൻ്റെയൊക്കെ കാറ്റഗറിയിൽ 50 to 80% ആണ് ഓഫറും വരുന്നത്. അപ്പോൾ ഞാൻ ബൈയിങ് ലിങ്ക്സും കാര്യങ്ങളും എല്ലാം അതും കൂടി ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി ജസ്റ്റ് ആ ഒരു ലിങ്ക് ത്രൂ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും എന്തിനൊക്കെയാണ് ഓഫേഴ്സെന്നും കാര്യങ്ങളും എല്ലാം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും മറക്കുന്നൊരു കാര്യമാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID വന്നിട്ട് സൂര്യാസ് ബ്യൂട്ടി വേൾഡ് എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതിലും കൂടെ എന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഞാൻ എപ്പോഴും വിചാരിക്കും അതിൽ അടിപൊളിയായിട്ട് ആക്റ്റീവ് ആവണമെന്ന്. പക്ഷേ ഒരു സിറ്റുവേഷനിൽ എനിക്ക് രണ്ടും കൂടി അതിലും എല്ലാത്തിനും കൂടി എനിക്ക് പറ്റുന്നില്ല. പക്ഷെ ഞാൻ എന്തായാലും ആക്റ്റീവ് ആവും. ഞാൻ എപ്പോഴും മറന്നു പോവും ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസ് ഇടണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ മറന്നു പോണതാണ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് ഇനിയും ഇതുപോലെ ഹോൾ വീഡിയോസ് ഉണ്ട്, ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വരെ. ബൈ.